സ്റ്റാൻലി സാർ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് SIR നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ SIR ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ എങ്ങനെ SIR നടപ്പിലാക്കും എന്നതാണ്. നമുക്കറിയാം ഇടതുപക്ഷ സർക്കാർ ഈ രീതിയിൽ വരുന്ന ചില കാര്യങ്ങളോടുള്ള അവരുടെ ഒരു സമീപനം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കാൻ പോവുക എന്നത്. ഒന്നാമത്തെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് SIR സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കുമോ? അതിന് ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പൂർണ്ണ സഹകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട നമ്മുടേത് മാത്രമായ വോട്ടവകാശം നമുക്ക് മാത്രമായി വിനിയോഗിക്കാൻ സാധിക്കുമോ? അതല്ലാതെ SIR-ൽ ഉൾപ്പെടാതെ പല രീതിയിൽ ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ ഇനിയും നമ്മുടെ വോട്ടവകാശം വിഭജിച്ചു നൽകേണ്ടുന്ന ഒരു സാഹചര്യം തന്നെ തുടരുമോ? മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് SIR-നെ എതിർക്കാൻ വേണ്ടി കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ ജെൻസി പോലെയുള്ള പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്തരത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? വലിയ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ കലാപങ്ങളോ ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് SIR മുഖാന്തരം നടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? സ്റ്റാൻലി സാർ എങ്ങനെ കേരളത്തിൽ SIR നടപ്പിലാക്കുന്നതിനെ കുറിച്ച് വിലയിരുത്തും? ഇതിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഒത്തിരി ഉത്തരങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഉത്തരം കേരളത്തിൽ സാർ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ബീഹാറിൽ സക്സസ്ഫുൾ ആയിട്ട് നടപ്പിലാക്കി, കേരളത്തിൽ സക്സസ്ഫുൾ ആയിട്ട് നടപ്പിലാക്കും. രണ്ടാമത്തേത് കലാപം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കലാപം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ജിഹാദികളും കോൺഗ്രസും UDF ഒക്കെയാണ്. അവർ കലാപം നടത്തിയാൽ അതിനെ നേരിടാൻ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നാട്ടുകാരും റെഡിയാണ്. ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി. അത് നേരിടാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് അത് നടക്കുകയില്ല എന്ന് ഞാൻ പറയത്തില്ല. നടന്നാൽ ഗവൺമെന്റ് ജയിക്കുമെന്നുള്ള ഉറപ്പ് മാത്രം തരാൻ പറ്റും. ഇനി അടുത്ത ഒരു കാര്യം, ഇതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഈ സാർ നടപ്പിലാക്കി വന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, വിഭജനം കഴിഞ്ഞ് ഒത്തിരി ജിഹാദികൾ ഇവിടെ പോകാതെ ഇവിടെ തന്നെ കിടന്നു. അവര് കഴിഞ്ഞ 70-80 വർഷം കൊണ്ട് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒത്തിരി അധികം ജിഹാദികളെ ഇവിടെ അനധികൃതമായിട്ട് കൊണ്ടുവന്ന് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി, വ്യാജമായിട്ട് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ഇവിടെ ചേർത്തിട്ടുണ്ട്. അതായത് ബുദ്ധദേവ് ഭട്ടാചാര്യ, ജ്യോതി ബാസു, ലല്ലു യാദവ്, തരുൺ ഗൊഗോയ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആസാമിലും ബീഹാറിലും ബംഗാളിലും മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് അവർക്ക് റേഷൻ കാർഡും ആധാർ, പാന്, ബാക്കി ഡൊമിസൈൽ ഡോക്യുമെന്റ്സ് ഇതെല്ലാം കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് അവരെ ട്രെയിനിനും ബസ്സിനും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ റീ രജിസ്റ്റർ ചെയ്യിച്ചു. അപ്പൊ ഇത് വളരെ തന്ത്രപരമായിട്ടാണ് ചെയ്തത്. കേരളത്തിലെ ഒരു തഹസിൽദാരോ കളക്ടറോ ഇലക്ഷൻ ഓഫീസറോ നോക്കുമ്പോൾ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അതിഥി തൊഴിലാളി എന്നുള്ള ഓമന പേരിട്ട് അവരെ ഇന്ത്യക്കാരല്ലാത്ത ബംഗ്ലാദേശികളെയും ജിഹാദികളെയും അതിഥി തൊഴിലാളി എന്നുള്ള ഓമന പേരിട്ട് കേരളത്തിലെ റേഷൻ കാർഡ് കൊടുക്കുകയും അവരെ ഇവിടെ കയറ്റുകയും ചെയ്തു. ഇതിൽ LDF-നും UDF-നും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും കേരള കോൺഗ്രസിനും ലീഗിനും ഒക്കെ തുല്യ ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിലെ എല്ലാ ഇന്ത്യ അലയൻസ് കക്ഷികളും ഈ ജിഹാദികളുടെ വോട്ടിന് വേണ്ടി ഈ നാട്ടുകാർക്ക് ഈ പണി കൊടുത്തു. യഥാർത്ഥത്തിൽ കേരളത്തിൽ വോട്ട് ചെയ്യേണ്ടത് മലയാളിയാണ്. കാരണം ഭാഷാ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റുകൾ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മലയാളികൾക്ക് വേണ്ടിയാണ് കേരള സ്റ്റേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കോ മറ്റു കാര്യത്തിനോ വന്ന് സ്ഥിരതാമസമാക്കിയവർക്ക് ലീഗലായിട്ട് വോട്ടിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് രണ്ടും അല്ലാതെ ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ കടന്നുകൂടുന്ന ഇൻഫിൽട്രേറ്റേഴ്സിനും ജിഹാദികൾക്കും ഭീകരവാദികൾക്കും ഇവിടെ വോട്ടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ഖുറേഷി എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണറും സോണിയാഗാന്ധിയും ബാക്കി ഇന്ത്യ അലയൻസും എല്ലാം കൂടെ കൂടി 2004-2014 കാലഘട്ടത്തിൽ കോടിക്കണക്കിന് ആൾക്കാരെ, ഏകദേശം 5 കോടി ആൾക്കാരെയാണ് ഇവിടെ ഇല്ലീഗലായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് കയറ്റിയിരിക്കുന്നത്. അതിൽ 65 ലക്ഷം വെട്ടി ബീഹാറിൽ. കേരളത്തിൽ ഒരു 40 ലക്ഷം വെട്ടാനുണ്ട്. അത് വെട്ടാനുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ CAA NRC പ്രകാരം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ട് പീഡനം അനുഭവിച്ച് വന്നിട്ടുള്ള ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, ജൈനര്, ബുദ്ധര്, സിഖര് അവർക്കും ഇതിൻ്റെ അകത്ത് അർഹതയുണ്ട്. എന്നാൽ ജിഹാദികൾക്ക് ഇതിന് അർഹതയില്ല. കേരളത്തിലത്തെ പ്രശ്നം, ഇവിടെ പൗരത്വം പരിശോധിക്കാനും വോട്ട് ലിസ്റ്റ് ഇത് തയ്യാറാക്കാനും ഇലക്ഷൻ കമ്മീഷന്റെ പരമാധികാരത്തെ കേരളത്തിലെ ജിഹാദികളും ഇന്ത്യ അലയൻസുകാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ ബലമായിട്ട് അത് അംഗീകരിപ്പിക്കാനുള്ള ശേഷി കേന്ദ്ര ഗവൺമെന്റിനും ഇലക്ഷൻ കമ്മീഷനും ഇന്ത്യയുടെ സൈന്യത്തിനും ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇവരുടെ അഭ്യാസമൊന്നും പറ്റത്തില്ല. ഇനി ഇതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ, ഇതിന് ഉദാഹരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ 10-30 വർഷം ഭരിച്ചു. ഓരോ പ്രാവശ്യവും തോക്കുന്നാവുമ്പോൾ അവർ ബംഗ്ലാദേശിൽ നിന്ന് വോട്ടർമാരെ കൊണ്ടുവന്ന് ചേർത്താണ് പിന്നെയും ജയിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ജിഹാദി എല്ലാം കൂടെ, ഈ കൊണ്ടുവന്ന ജിഹാദി എല്ലാം കൂടെ ഒരുമിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് വോട്ട് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിയെ ബംഗ്ലാദേശിൽ ഇല്ലാണ്ടാക്കി. ഇപ്പം ഒരു സിംഗിൾ MLA-യോ MP-യോ പഞ്ചായത്ത് മെമ്പറോ ഒന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ ഇല്ല. പാർട്ടി ഓഫീസ് എല്ലാം കന്നുകാലിക്കൂടാക്കി. അപ്പൊ അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി അവിടെ ഇല്ലാണ്ടായി. കേരളത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 70 വർഷം കേരളത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച, LDF കൊണ്ടുവന്ന് താമസിപ്പിച്ച മുഴുവൻ ജിഹാദിയും കഴിഞ്ഞ 20 വർഷമായിട്ട് LDF-നെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
പക്ഷേ അവരിപ്പം മനം മാറ്റി. അവർ മൊത്തം ജിഹാദി മൊത്തം ഈ ഇല്ലീഗൽ വോട്ടേഴ്സ് 40 ലക്ഷം മൊത്തം UDF-ലോട്ട് പോയി. അപ്പൊ ഇപ്പോഴത്തെ ഇത് വെച്ച് ഇപ്പോഴത്തെ വോട്ടർ പട്ടിക വെച്ച് ഒരു ഇലക്ഷൻ നടത്തിയാൽ UDF ജയിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് ഇടതുപക്ഷം മനസ്സിലാക്കി. അപ്പൊ ഇടതുപക്ഷം തീർച്ചയായിട്ടും ഈ ഇല്ലീഗൽ വോട്ടർമാരെ വെട്ടാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇല്ലീഗൽ വോട്ടർമാരെ ഈ ജിഹാദികളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ഇടതുപക്ഷം എന്നേക്കുമായിട്ട് കേരളത്തിൽ ഇല്ലാണ്ടാക്കപ്പെടും. അങ്ങനെ ഒരു സാധനം പോലും കാണത്തില്ല. അപ്പൊ അവർക്ക് ഒരു വേറെ വഴിയില്ല. കേരളത്തിലെ ഇടതുപക്ഷത്തിന് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ സർ നടപ്പിലാക്കുക എന്നുള്ളതല്ലാതെ ഒരു വഴിയില്ല. ഒരു ജിഹാദി എങ്കിലും കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇടതുപക്ഷം ജയിക്കില്ല. ആ വോട്ട് ഇടതിന് കിട്ടത്തില്ല. ജിഹാദി ഒന്നടങ്കം മരുമോൻ ജിഹാദി അടക്കം മുഴുവൻ ജിഹാദിയും പോയി കോൺഗ്രസിന് വോട്ട് ചെയ്യും. അപ്പൊ ആ ഒരു അവസ്ഥ കേരളത്തിൽ സംജാതമായി. ഒരു പോളറൈസേഷൻ ഉണ്ടായി. ആ പോളറൈസേഷനെ തടയിടാൻ ഇടതുപക്ഷത്തിന് മുമ്പിൽ ഒരു മാർഗമേ ഉള്ളൂ, ജിഹാദി ഫ്രീ വോട്ടർ ലിസ്റ്റ്. ജിഹാദി ഈ സർ ഉപയോഗിച്ച് ജിഹാദിയെ ഒഴിവാക്കുക എന്നുള്ള വഴി മാത്രമേ ഇനി ഇടതുമുന്നിൽ ഉള്ളൂ. അവരത് ചെയ്യാൻ തുടങ്ങി, പലത്തും ചെയ്യാൻ തുടങ്ങി. കൂട്ടത്തോടെ ജിഹാദികളുടെ വോട്ട് വെട്ടാൻ തുടങ്ങി. അതിൽ ഇടതു മുന്നണിയെ അഭിനന്ദിക്കുന്നു. അവർ തെറ്റ് തിരുത്താൻ അവർ തയ്യാറാകുമ്പോൾ നമ്മൾ അഭിനന്ദിക്കണമല്ലോ. അവരാണ് കൊണ്ടുവന്ന് ചേർത്തത്. പക്ഷെങ്കിൽ ഇപ്പം അവർക്ക് മനസ്സിലായി ഇത് വലിയ അപകടമാണ്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂടെ ജിഹാദി ഭരണം പിടിച്ചെടുക്കും. ഇത് അപകടമാണ്. ബംഗ്ലാദേശ് സംസ്ഥാനം കേരളത്തിൽ ഉണ്ടാവും. ബംഗ്ലാദേശികളും റോഹിംഗ്യകളും കേരളം ഭരിക്കും എന്ന ബോധ്യം ഇപ്പൊ ഇടതിന് വന്നിട്ടുണ്ട്. ഇനിയും അവരെ വന്നില്ലേ ആർക്കും അത് തടയാൻ പറ്റത്തില്ല. പക്ഷെ UDF ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് ഈ സർ നടപ്പിലാക്കാതെ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ജിഹാദികളുടെ വോട്ട് കൊണ്ടും ബംഗ്ലാദേശികളുടെ വോട്ട് കൊണ്ടൊക്കെ അങ്ങ് ജയിക്കാവുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിലെ പോലെ ഈ വ്യാജമായിട്ട് ഇന്ത്യയിൽ കടന്നു കയറുകയും വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഡൊമിസൈൽ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് അത് കേരളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വന്ന് ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നതല്ല, ഞാൻ ബീഹാറിൽ നിന്ന് വന്നതാ, ആസാമിൽ നിന്ന് വന്നതാ, ബംഗാളിൽ നിന്ന് വന്നതാന്ന് നാടകം കളിക്കുന്ന ജിഹാദികളെ തൊണ്ടി സഹിതം പൊക്കും. കോടതി കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബോംബെ ഹൈക്കോടതി, ഇതുപോലെ വ്യാജമായിട്ട് ഡോക്യുമെന്റ്സ് സെക്യൂർ ചെയ്ത് ഒരാൾ പിടിക്കപ്പെട്ടാൽ അതെല്ലാം ഇല്ലീഗലാണ്. അക്കാര്യത്തിൽ ഒരാൾക്ക് ഒരു ഡോക്യുമെന്റ് കിട്ടി, പൗരത്വമോ അല്ലെങ്കിൽ റേഷൻ കാർഡോ ആധാർ കാർഡോ വേറെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഡോക്യുമെന്റ് വ്യാജമായിട്ട് സെക്യൂർ ചെയ്താൽ അത് വാലിഡ് അല്ല, അതിന് വാലിഡിറ്റി ഇല്ല. ഇത് കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും കേരളത്തിൽ ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് ഇടതുമുന്നണിയും വലതുമുന്നണിയും കൂടെ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഏകദേശം 20 ലക്ഷം ബംഗ്ലാദേശികൾക്കാണ് റേഷൻ കാർഡ് കൊടുത്തിരിക്കുന്നത്. റേഷൻ കാർഡ് എടുക്കുകയാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സർ നടപ്പിലാക്കണം. കേരളത്തിന്റെ MLA-യും MP-യെയും പഞ്ചായത്ത് മെമ്പറെയും മുഖ്യമന്ത്രിയെയും തീരുമാനിക്കേണ്ടത് മലയാളികളാണ്, ബംഗ്ലാദേശികളും ജിഹാദികളും അല്ല. 10 കാശിന് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലോട്ട് പോയച്ച് പാതിരാത്രിക്ക് ബോട്ടെ തിരിച്ചു കയറിയവരുണ്ട് ഇവിടെ. അപ്പൊ അവരുടെയൊക്കെ വോട്ട് കട്ട് ചെയ്യണം. അതിനാണ് സർ വന്നിരിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് പോയിട്ട് പിന്നെ 10-20 വർഷം കഴിയുമ്പോൾ സൂത്രത്തിൽ രാത്രിക്ക് ബോട്ടെ വന്ന് കയറിയവരും ട്രെയിനെ വന്ന് കയറിയവരും ഒക്കെ ഉണ്ട്. അവരെ കണ്ടുപിടിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കണം. ഭാരതമാതാവിന്റെ ആൾക്കാരാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ഷൻ കമ്മീഷനും ജനങ്ങൾ എല്ലാവരും പിന്തുണയ്ക്കണം. ഇടതു മുന്നണിക്ക് ഇപ്പൊ കുറച്ചൊക്കെ ബോധം വെച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അവരത് നടപ്പിലാക്കും. കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും. PM ശ്രീ പോലെയല്ല, ഇത് നടപ്പിലാക്കിയേ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 324 പ്രകാരം ആരെങ്കിലും കലാപത്തിന് ഇറങ്ങുകയോ അഭ്യാസം കാണിക്കുകയോ ചെയ്താൽ കൃത്യമായ തിരിച്ചടി ഉണ്ടാവും, ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കും എന്നുള്ള കാര്യം മമതയോട് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിനും ബാധകമാണ്. അത് കേരളത്തിലെ UDF-കാർക്കും കോൺഗ്രസുകാർക്കും ലീഗുകാർക്കും ഒക്കെ ബാധകമാണ്. അതുകൊണ്ട് കലാപം ഉണ്ടാക്കിയോ, ഉദ്യോഗസ്ഥനെ പേടിപ്പിച്ചോ, ഉദ്യോഗസ്ഥന്റെ വീടറിയാം, ഉദ്യോഗസ്ഥന്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലം അറിയാം, ഉദ്യോഗസ്ഥന്റെ കൊച്ചു പഠിക്കുന്ന സ്കൂൾ അറിയാം, അവന് പലര് കുന്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ പേടിപ്പിക്കാനൊന്നും ശ്രമിച്ചാൽ അത് നടക്കില്ല, അത് വിലപ്പോകത്തില്ല. എന്താണെങ്കിലും ഫൈനൽ ലിസ്റ്റ് വരുമ്പം കേരളത്തിന് ജിഹാദി ഫ്രീ വോട്ടർ ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക എന്നുള്ള ഒരു വിശ്വാസമാണുള്ളത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു ജിഹാദി ഫ്രീ വോട്ടർ ലിസ്റ്റിന് മാത്രമേ കേരളത്തെ ഇനി രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അതിൽ സഹകരിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ UDF റോഹിംഗ്യകൾക്കും ബംഗ്ലാദേശികൾക്കും ജിഹാദികൾക്കും വോട്ട് കൊടുക്കണമെന്ന അഭിപ്രായക്കാരാണ്. കേരളത്തിലെ കോൺഗ്രസും കേരള കോൺഗ്രസും ആണ് ഈ ജിഹാദികളെ കൊണ്ടുവന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഇപ്പം ജിഹാദികളെ തീറ്റിപ്പോറ്റുന്നത് ഈ കോൺഗ്രസും കേരള കോൺഗ്രസുമാണ്. അപ്പൊ അതാണ് അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ച്. നാച്ചുറലി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളെ കേരളത്തിലെ BJP കൃത്യമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്. BJP പ്രവർത്തകർ ചെയ്യേണ്ടത് 25,000 ബൂത്തിലും, കേരളത്തിലെ 25,000 ബൂത്തിലും കമ്മിറ്റി രൂപീകരിച്ച് സകല ജിഹാദികളെയും പുറത്താക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന് അപേക്ഷ കൊടുക്കുകയും പേരും നമ്പരും, അറബി പേരും നമ്പരും എടുത്ത് അപേക്ഷ കൊടുക്കുകയും അവർ പുറത്തുനിന്ന് വന്നവരാണെന്ന് പറഞ്ഞ് അവരെ കട്ട് ചെയ്യിക്കുകയും ചെയ്യണം. കാരണം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരാൾ ഇതിൽ നിന്നും പുറത്തായാൽ പൗരത്വം തെളിയിച്ച് കയറേണ്ടത് അയാളുടെ ബാധ്യതയാണ്.
അല്ലാണ്ട് നമ്മളെ ഒരു ജിഹാദി ശരി ഡെയിലി ചിരിച്ചു കാണിക്കുന്നുണ്ട്, അല്ലെ നമ്മൾ ഒരു ജിഹാദിയുടെ കടയിൽ നിന്ന് ഡെയിലി തുപ്പൽ ബിരിയാണി കഴിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അവനിവിടെ വോട്ട് ചെയ്യാൻ അർഹതയില്ല. അത് കൃത്യമായിട്ട് BJPയുടെ പ്രവർത്തകര് 25,000 ബൂത്തിൽ നിന്നും എല്ലാ ജിഹാദിയും പുറത്താക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന് അപേക്ഷ കൊടുക്കണം. ഇടതുപക്ഷം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് BJP നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ ആരെങ്കിലും റിയൽ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ അവരവരുടെ സിറ്റിസൺഷിപ്പ് തെളിയിച്ച് കയറാം. അല്ലാതെ അവരിവിടെ കുറച്ച് മമത പറയുന്ന പോലെ അവരിവിടെ കുറച്ച് ദിവസം താമസിച്ചതല്ലേ വോട്ട് ചെയ്തോട്ടെ, അങ്ങനെ കൊടുക്കരുത്. അവരുടെ വോട്ടവകാശം അവരുടെ സിറ്റിസൺഷിപ്പ് CAA NRC പ്രകാരം തെളിയിക്കുന്നവർക്ക് മാത്രം വോട്ട് കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് വോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 65 ലക്ഷം പേര് ബീഹാറിൽ പുറത്തായത്. ആ ബീഹാറിലെ എക്സ്പെർട്ടൈസ് ഇവിടെ യൂസ് ചെയ്യാൻ കേരളത്തിലെ BJPയുടെ പ്രവർത്തകരും നേതൃത്വവും തയ്യാറാകണം. അല്ലാതെ ജിഹാദി എന്നെ ചിരിച്ചു കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ജിഹാദി വോട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കരുത്. ഇതാണ് BJP ചെയ്യേണ്ട ഒരു കാര്യം. ഇടതുപക്ഷ മുന്നണിയും അത് ചെയ്യുമെന്ന് വിചാരിച്ചു. എന്തായാലും SIR നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായും സാധിക്കില്ല. സ്റ്റാൻലി സാർ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 324 പ്രകാരം വലിയ വലിയ സംഭവങ്ങൾ അതിനെ സംസ്ഥാന സർക്കാർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഏതെങ്കിലും രീതിയിൽ കലാപമുണ്ടാക്കാനോ പ്രതിഷേധമുണ്ടാക്കാനോ ആ രീതിയിൽ സമരങ്ങളൊക്കെ നടത്തി ഇതിനെ അടിച്ചമർത്താം എന്നാണ് തീരുമാനമെങ്കിൽ വലിയ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നത് തന്നെയാണ് അതിന്റെ ഒരു ഉത്തരവ്. വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.